ഞാൻ പറയാൻ വേണ്ടി പോണത് ഒരു കിടിലൻ ഒരു ഏജൻറ്റ് സ്പൈ അടക്കത്തുള്ള സിനിമയുടെ ഒരു റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഈ സിനിമ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് തരാൻ കൂടെ വേണം. നിങ്ങൾ ഈ സിനിമ ഒന്ന് കണ്ടിരിക്കണം. ഹോളിവുഡ് സിനിമ, ആക്ഷൻ പടം, സ്പൈ സിനിമയ്ക്ക് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് സിനിമ തന്നെയായിരിക്കും. ഏജൻറ്റ് സീറോ എന്നാണ് ഈ സിനിമയുടെ പേര്. ഇതിൽ ഒരു ഹീറോയിനാണ്, മെയിൻ ലീഡിങ് ഒരു ഹീറോയിനാണ്. ആ ഹീറോയിൻ ഫേസ് ചെയ്യുന്ന കുറേ വിഷയങ്ങളും കാര്യങ്ങളും, ഫൈറ്റ്, ഇമോഷൻസ്, പെർഫോമൻസ്, ആക്ടിങ്, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഇറക്കിയ ഒരു കിടിലൻ ഒരു സ്പൈ എന്നോ ഏജൻറ്റ് എന്നോ അണ്ടർ കവർ എന്നൊക്കെ വിളിക്കാൻ വേണ്ടി പറ്റിയ ടൈപ്പ് ഓഫ് സിനിമയാണ് ഈ ഒരു ഏജൻറ്റ് സീറോ എന്ന് പറയുന്ന ഈ സിനിമ. ഈ സിനിമയുടെ ബിഗിനിങ്ങിൻ്റെ ഒരു 15 മിനിറ്റ് വേറെ ലെവലായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്കങ്ങ് രോമാഞ്ചിഫിഷൻ പറഞ്ഞിടക്കാത്ത ഒരു സംഭവമാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്രയ്ക്ക് ഗംഭീരമായ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ്, അത്രയ്ക്ക് കിടുപടം, അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ള സിനിമയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ഒരു പ്ലോട്ട് പറഞ്ഞത്, ഇതിൻ്റെ ഒരു പ്ലോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ വേണ്ടിയുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടിക്കൊണ്ടിരിക്കും. അതായത് നമ്മളെ ഒരു ഹീറോയിൻ, ഈ ഹീറോയിനാണെങ്കിൽ പണ്ട് ഭയങ്കരമായ ഒരു ഫൈറ്റും ആക്ഷൻസൊക്കെ ചെന്ന ഒരു ടൈപ്പ് ഓഫ് കഥാപാത്രമാണ്. അതെല്ലാം വിട്ട് തൻ്റെ കാമുകനിപ്പം മൊറോക്കോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഇങ്ങനെ താമസിക്കാൻ നേരത്ത് അവിടെ തൻ്റെ കാമുകനെ കുറേ ആൾക്കാർ ആക്രമിച്ച് കോമാ സ്റ്റില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി ആ ഒരു പഴയ ഒരു മൈൻഡ് ഓഫ് സെറ്റ് എന്ന് വെച്ചാൽ പറഞ്ഞില്ല, ആ ഒരു പഴയ രീതിക്ക് ഈ നമ്മളെ ഈ നായികങ്ങ് പോവുകയാണ്. പിന്നെ നേരിടുന്ന ആ ഒരു പഴയ ശത്രുക്കളെയും ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതിലൊരു ഗംഭീര സീക്വൻസ് ഉണ്ട് ഈ പറഞ്ഞത്. അതായത് ഇതിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ നമ്മുടെ ഹീറോയിൻ ഒരു ഭയങ്കരമായ ഒരു ടെററായിട്ടിരിക്കുന്ന കുറച്ച് വില്ലന്മാർക്കുള്ളൊരു ഇടം, അവിടത്തേക്ക് ഒറ്റയ്ക്ക് കയറിപ്പോയിട്ട് അവിടെ അത്ര ആൾക്കാരെ ആക്രമിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ആ വീട്ടിൽ കയറി ആക്കുന്ന സീക്വൻസ് ഉണ്ട്. പക്ഷേ എവിടെയെങ്കിലൊക്കെ ഒന്ന് പിഴച്ച് പോവുകയാണെങ്കിൽ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന ഒരു ടൈപ്പ് ഓഫ് ബാക്ക്ഗ്രൗണ്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പോയി കാര്യങ്ങൾ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ശവം മാത്രം നോക്കിയാൽ മതിന്നുള്ള അപ്പുറത്തില്ല. അങ്ങനെ ഈ ഒരു ടെററായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്ന അവിടെ വന്നിട്ട് ഇത്ര ആൾക്കാരെ നേരിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് സീക്വൻസ് ഉണ്ട്. സത്യമായ രോമാഞ്ചിഫിഷമാണ്. പിന്നെ ആ സീക്വൻസ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു റിവഞ്ചിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ഒരു കഥ പറഞ്ഞ് ഇങ്ങനെ പോകുന്ന ഒരു സിനിമ. സത്യം പറഞ്ഞാൽ ഈ സിനിമ കിടിലൻ പടമാണത്. ഇത് ഇത്ര ഹോളിവുഡ് സിനിമയൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ നന്നായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് ഓഫ് സംഭവമാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് നിങ്ങൾ ഈ സിനിമ കാണാൻ വേണ്ടി ആഗ്രഹം മസ്റ്റായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അത്രയ്ക്ക് ഗംഭീരമായ ഒരു പടം എന്നെ റെക്കമെൻഡ് തരാൻ വേണ്ടി ഇപ്പോൾ അത്രയ്ക്കൊരു ഇമോഷൻസിനും മാത്സൊക്കെ പ്രാധാന്യം കൊടുത്തു വന്ന സിനിമയാണ് ഈ ഒരു ഏജൻറ്റ് സീറോ എന്ന് പറഞ്ഞ ഈ സിനിമ. പിന്നെ അത് മാത്രമല്ല ടെലിഗ്രാമിൽ ഈ സിനിമയുടെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷൊക്കെ അങ്ങനെയൊക്കെ കുറേ കിട്ടും. പക്ഷേ മലയാളം കിട്ടത്തില്ല, മലയാളത്തിൻ്റെ ഭാഷയിൽ ഡബ്ബിംഗ് ഇല്ല. അപ്പോൾ നിങ്ങൾ തമിഴ് വെർഷൻ കാണാൻ വേണ്ടി ശ്രമിക്കുക, കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇംഗ്ലീഷ് ഭാഷയാകുമ്പോൾ കുറച്ചുകൂടെയൊക്കെ ഏതോ ഒരു ടൈപ്പ് ഓഫ് ഇംഗ്ലീഷാണ്, അത് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തമിഴ് ഡബ്ബിംഗ് കാണാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു കാര്യം വെച്ച് ഈ സിനിമ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് തരുന്ന ഈ പടമാണ് ഈ ഒരു ഏജൻറ്റ് സീറോ എന്ന് പറഞ്ഞ ഈ സിനിമ മസ്റ്റായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊരു കിടിലൻ ഒരു ഏജൻറ്റ് സിനിമയാണ്, ഇത്ര പറയാൻ വേണ്ടിയുള്ളൂ.